എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നൊരു വാക്യം നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. യഹോവ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന വാക്തത്വവചനം നമുക്കിന്ന് ധ്യാനിക്കാം. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടവും പ്രയാസങ്ങളും ദുരിതങ്ങളുമുണ്ട്. അതിൻ്റെ മധ്യയിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും, വിടുവിക്കും. എല്ലാ ശത്രുവിൻ്റെ കെടുതികൾ കർത്താവ് തകർക്കും. ശത്രു അയച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ, പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അഴിയും. ഇന്ന് കണ്ട എഗിപ്തിനെ ഞാൻ ഒരു നാളും കാണുകയില്ലെന്ന ബൈബിൾ പറയുന്നത്. ഇന്ന് കണ്ട എഗിപ്തിനെ ഞാൻ ഒരു നാളും കാണുകയില്ല. അതായത് ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. കർത്താവിൻ്റെ വാക്തത്വം ഞാൻ പറയുന്നത്, ശത്രുവിൻ്റെ പേരിനി നിന്ന സ്ഥലം ഓർക്കുകയില്ല. കർത്താവിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെ എൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ഇരിക്കുന്നവൻ. കൂട്ടുകാരെ പറഞ്ഞാൽ ഫ്രണ്ട്സ് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് വാഗ്ദത്തവചനം ആഹ്വാനം ചെയ്യുന്നു. നാം നമ്മുടെ വീട്ടിലും സമാധാനമായിരിക്കാനും വെളിയിലും സമാധാനമായിരിക്കാനും ആണ് കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കൂടാരത്തിൽ കർത്താവ് വസിക്കും. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. സത്യം സംസാരിക്കുകയും നാവ് കൊണ്ട് കുരള പറയാതെയും നമ്മുടെ നാവ് കൊണ്ട് ബാഡ് വേർഡ്സ് വരാതെ കാത്തുകൊള്ളണം. നമ്മൾക്ക് ബാഡ് വേർഡ്സൊക്കെ മാറ്റും. കർത്താവ് നമ്മളെ അതെല്ലാം വിട്ടുവയ്ക്കും. കർത്താവ് നമ്മുടെ പാപങ്ങൾ, മാലിന്യങ്ങളെല്ലാം ക്ഷമിച്ച് വിടുവിക്കുന്ന കർത്താവ് പുതിയ ജീവൻ തരുന്നു, പുതിയൊരു അനുഗ്രഹം തരുന്നു, പുതിയൊരു അഭിഷേകം തരുന്നു, പുതിയൊരു പവർ തരുന്നു. കർത്താവിൻ്റെ വാക്തത്വവചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. ആ വാക്യം പറയുന്നു, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്ന, നാവ് കൊണ്ട് കുരള പറയാതെ എൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ കൂട്ടുകാരൻ അപമാനിക്കാതെയും ചെയ്യുന്നവൻ ഇങ്ങനെ നമ്മുടെ വഷളനെ നിന്ദന എണ്ണുകയും യഹോഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. യഹോഭക്തന്മാരെ ബഹുമാനിക്കണം. യഹോഭക്തന്മാരെ നാം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നവർക്കെല്ലാം കർത്താവ് നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവ് അവർ തിരിച്ച് ചോദിക്കും. ടിറ്റ് ഫിറ്റ് ടാറ്റ് ഫോർ ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വിളിക്കാം, ആശ്രയിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നാം ഓരോ ദിവസവും നാം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വാക്തത്വം വായിച്ച് പാടാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ വീഴ്ചയിൽ പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. കർത്താവ് നമ്മൾക്ക് കരം നമുക്ക് അത്ഭുതം ചെയ്യുന്നു, അടയാളം ചെയ്യുന്നു. ഈ ദിവസം കർത്താവ് ഈ വാക്യം പ്രകാരം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 15-1. യഹോവ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ആമേൻ, ആമേൻ.